ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് സെർവർ MySQL ആണ്. എഡിറ്റർ MySQL വർക്ക് ബെഞ്ച് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ലെങ്ത് എന്ന് പറയുന്ന ഫങ്ഷൻ നോക്കാം. അപ്പോൾ ലെങ്ത് ഫങ്ഷൻ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ ലെങ്ത് റിട്ടേൺ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഞാനിപ്പോൾ പറയാണ് സെലക്ട് ലെങ്ത്. ഇവിടെ ഞാൻ ജേത്രഡ് എന്ന് കൊടുക്കും. എനിക്ക് ജേത്രഡ് എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ക്വറി എക്സിക്യൂട്ട് ചെയ്യാം. 7. ഞാനിവിടെ ഒരു എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. ഓക്കെ, അതിൽ ഇത്രയും റെക്കോർഡ്സ് ഉണ്ട്. എനിക്കിപ്പോൾ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എംപ്ലോയി ടേബിളിലെ ഫസ്റ്റ് നെയിം മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പം ഞാൻ സെലക്ട് ഫസ്റ്റ് നെയിം ഫ്രം എംപ്ലോയി എന്ന് കൊടുത്തു. ഇനി എക്സിക്യൂട്ട് ചെയ്യും. യെസ്. ഇനി എനിക്ക് വേണ്ടത് ഈ ഫസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമിൻ്റെ ലെങ്തും എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറയുന്നു ലെങ്ത് ഫങ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ലെങ്ത്, ഓക്കെ, ക്യാപിറ്റലോ സ്മോളോ യൂസ് ചെയ്യാം. ഫസ്റ്റ് നെയിം ഞാൻ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി എക്സിക്യൂട്ട് ചെയ്യാം. യെസ്. അപ്പം നമുക്കിവിടെ ഓരോ നെയിമിൻ്റെയും ലെങ്ത് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതിനൊരു നല്ലൊരു പേര് കൊടുക്കാം, ലെങ്ത് എന്ന് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നെയിമും ലെങ്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററിലുള്ള അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റയെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറയുന്നു സെലക്ട് അപ്പർ. ഓക്കെ, ഞാനിപ്പോൾ സ്മോൾ ലെറ്ററിൽ ജേത്രഡ് എന്ന് കൊടുക്കുവാണ്. ഇതിനെ എനിക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അത് നമുക്കിവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഈ ഒരു ക്വറിയിൽ എനിക്ക് ഫസ്റ്റ് നെയിം ആക്ച്വലി ഡിസ്പ്ലേ ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലാണ്. ഓക്കെ, ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തേക്കുന്നത്. എനിക്കിത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പം ഞാൻ അപ്പർ ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കുന്നു. ഇനി എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ യെസ്, എല്ലാ നെയിംസും നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പർ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ലോവർ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർ എന്ന് പറയുന്നത് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ലോവർ എന്ന് കൊടുക്കുന്ന സമയത്ത് അത് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം ഞാനിവിടെ സെലക്ട് ലോവർ എന്ന് കൊടുക്കുന്നു. ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാം, ചേത്രട്ട്. ഇനി എക്സിക്യൂട്ട് ചെയ്യും. യെസ്, ഇപ്പോൾ അത് ലോവർ കേസിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രിം എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. സെലക്ട് ട്രിം. ഓക്കെ, ഞാനിവിടെ കുറേ സ്പേസ് വിട്ടിട്ട് ഞാൻ ഹലോ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടും കുറച്ച് സ്പേസ് കൊടുക്കാം. ഇനി ഞാനതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ട്രിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലീഡിങ് ആൻഡ് ട്രെയിലിംഗ് സ്പേസ് റിമൂവ് ചെയ്യും. അതായത് നമ്മളൊരു സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ള സ്പേസിനെ റിമൂവ് ചെയ്തിട്ടായിരിക്കും നമുക്ക്, അതായത് ട്രിം ചെയ്തിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഞാനിപ്പോൾ ട്രിം ഇല്ലാതെ ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ട്രിം അങ്ങ് റിമൂവ് ചെയ്യാം. ഇനി ഞാനത് എക്സിക്യൂട്ട് ചെയ്യാണ്. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും, നോക്കിക്കേ, ഇവിടെ ഇത്രയും സ്പേസ് വന്നിട്ടുണ്ട്. പക്ഷേ ട്രിം ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം ആ സ്പേസ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ ട്രിം ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷനാണ് ട്രിം എന്ന് പറയുന്നത്.
ഇനി ഈ ട്രിം എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ലെഫ്റ്റ് ട്രിം യൂസ് ചെയ്യാം, റൈറ്റ് ട്രിം യൂസ് ചെയ്യാം. ലെഫ്റ്റ് ട്രിം എന്ന് പറയുവാണെങ്കിൽ ലെഫ്റ്റിലുള്ള സ്പേസ് മാത്രം റിമൂവ് ചെയ്യും. റൈറ്റ് ട്രിം എന്ന് പറയുന്നത് റൈറ്റിലുള്ള സ്പേസ് റിമൂവ് ചെയ്യും. ഇപ്പോൾ ലെഫ്റ്റ് ട്രിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ L എന്നും കൂടെ കൊടുക്കുക. ഇനി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, യെസ്, ലെഫ്റ്റിലുള്ള സ്പേസ് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി Lന് പകരം ഞാൻ 6 കൊടുക്കുവാണ്, റൈറ്റ് ട്രിം ആണ്. ഇനി എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ റൈറ്റിലുള്ള സ്പേസ് ആയിരിക്കും അത് റിമൂവ് ചെയ്യുന്നത്. ഇതാണ് ട്രിം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SQLലെ സബ്സ്ട്രിങ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സബ്സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ പറയുന്നു സെലക്ട് സബ്സ്ട്രിങ്. സബ്സ്ട്രിങ്ങിൽ ഞാനൊരു സ്ട്രിങ് കൊടുക്കാം, വെൽക്കം ടു ജേത്രെഡ്. അപ്പം എനിക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെൽക്കം ടു ജേത്രെഡിൽ ഈ ജേത്രെഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് മാത്രം മുറിച്ചെടുത്ത് എനിക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതായത് ഒറിജിനൽ സ്ട്രിങ്ങിൽ നിന്ന് അതിലെ ഒരു പാർട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ സബ്സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അടുത്ത ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ പൊസിഷൻ കൊടുക്കുക. അതായത് ജേത്രെഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. 12ലാണ് ജേത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ 12 എന്ന് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഈ 12 കഴിഞ്ഞതിന് ശേഷം എത്ര ലെറ്റേഴ്സ് എനിക്ക് വേണം. എനിക്ക് ജേത്രെഡ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 അതിൻ്റെ ലെങ്ത് ആണ് പിന്നീട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ 12,7 എന്ന് കൊടുക്കുവാണെങ്കിൽ യെസ്, ആ സ്ട്രിങ്ങിൽ നിന്ന് ജേത്രെഡ് എന്ന് പറഞ്ഞിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി സബ്സ്ട്രിങ്ങിൻ്റെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാനൊരു ഡേറ്റ് കൊടുക്കുവാണ്, 2004-06-08. എനിക്ക് വേണ്ടത് ഇതിനകത്ത് ഡേറ്റ് മാത്രം എനിക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടും നമ്മളിതിൻ്റെ പൊസിഷൻ അറിയണം. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് വരുമ്പോൾ 1 2 3 4 -5 6 7 8 9ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. 9 മുതൽ എനിക്ക് 2 ലെറ്റേഴ്സാണ് വേണ്ടത്, അല്ലെങ്കിൽ 2 ഡിജിറ്റാണ് വേണ്ടത്. അപ്പോൾ 9,2 ലെങ്ത് കൊടുത്തു. ഇനി ഞാൻ എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, 08. ഇനി എനിക്കിവിടെ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഹെഡിങ് വരാതെ എനിക്ക് ബർത്ത് ഡേറ്റ് എന്ന് വേണം ഡിസ്പ്ലേ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറയുന്നു AS ബർത്ത് ഡേറ്റ്. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, ബർത്ത് ഡേറ്റ് 8. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് സബ്സ്ട്രിങ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്ന് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയുന്നു സെലക്ട് റീപ്ലേസ് ജേത്രെഡ് കേരള. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ഈ കേരള എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ പറയുന്നു എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത് കേരളയാണ്, എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം, ഇന്ത്യയായിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, ജേത്രെഡ് ഇന്ത്യ. അപ്പോൾ റീപ്ലേസ് എന്ന് പറയുന്ന മെത്തേഡ് റീപ്ലേസ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൊക്കേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ലൊക്കേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എനിക്കൊരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൽ ഇപ്പം R എന്ന് പറയുന്ന ലെറ്റർ ഏത് പൊസിഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്കറിയാനായിട്ട് നമുക്ക് ലൊക്കേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയുന്നു സെലക്ട് ലൊക്കേറ്റ്. ഞാനിപ്പോൾ ഇവിടെ പറയാണ്, ഇവിടെ ഞാൻ ഹലോ എന്ന് കൊടുക്കുന്നു. ഈ ഹലോ എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിലെ E എന്ന് പറയുന്ന ലെറ്റർ ഏത് പൊസിഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പം ഞാൻ പറയുന്നു ആദ്യമാണ് നമ്മൾ കൊടുക്കുക, ഇവിടെ E,
ഹലോ എന്ന് കൊടുത്തു. ഇനി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്തു. യെസ്, ഇ എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അത് നമ്മുടെ എംപ്ലോയി ടേബിളിലൊന്ന് നോക്കാം. അപ്പോൾ എംപ്ലോയി ടേബിളിൽ ഞാൻ ഫസ്റ്റ് നെയിം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാണ്. സെലക്ട് ഫസ്റ്റ് നെയിം ഫ്രം എംപ്ലോയി. ഇനി എനിക്ക് വേണ്ടത് ഈ ഫസ്റ്റ് നെയിമിൽ എ എന്ന് പറയുന്ന ലെറ്റർ എവിടെയാണ്, ഏത് പൊസിഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനെ നമുക്ക് ലൊക്കേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ പറയുന്ന ലൊക്കേറ്റ് എ എന്ന് പറയുന്ന ലെറ്ററാണ് എനിക്ക് നോക്കേണ്ടത്. എവിടെയാണ് നോക്കേണ്ടത്? ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന കോളത്തിലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, ജോൺ എന്ന് പറയുന്ന നെയിമിൽ എ ഇല്ല, അതുകൊണ്ട് 0 ആണ് വന്നത്. സ്റ്റീവൻ 0. ഡാനിയുടെ കേസിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. യെസ്, അപ്പം ഓരോ നെയിമും അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷനും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺകാറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. കോൺകാറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സെലക്ട് കോൺകാറ്റ്. കോൺകാറ്റ് എന്തിനാണ്? കോൺകാറ്റിനേറ്റ് ചെയ്യാനായിട്ട്, അതായത് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ 2 സ്ട്രിങ് കൊടുക്കുന്നു. ചേത്രൻ. രണ്ടാമത്തെ സ്ട്രിങ് എന്ന് പറയുന്നത് കേരള. എനിക്കിത് രണ്ടും ജോയിൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, അത് ജോയിൻ ചെയ്ത് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അത് നമുക്കിവിടെ എംപ്ലോയി ടേബിളിൽ വന്ന് നോക്കാം. എംപ്ലോയി ടേബിളിൽ ഞാൻ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒന്ന് ഡിസ്പ്ലേ ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്കിനി ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൂടെ ജോയിൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് കോൺകാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. കോൺകാറ്റ് എന്തൊക്കെയാണ് ജോയിൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ആൻഡ് ജോയിൻ ചെയ്ത സ്ട്രിങ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ നന്നായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.